കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ വീണ്ടും ന്യായീകരിച്ച് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. പോലീസ് അവരുടെ ജോലിയാണ് ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് പറഞ്ഞു. അതേസമയം ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. MLA-മാരായ റോജി എം ജോണും സജീവ് ജോസഫും ഛത്തീസ്ഗഡിൽ തുടരുകയാണ്. ദുർഗിൽ നിന്ന് അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, ഇന്നലെ നമുക്കറിയാം ഈ കോടതി ഉത്തരവ് പുറത്തു വന്നപ്പോൾ അതിൽ എന്താണ് പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വീകരിച്ച നിലപാട് എന്നത്. ജാമ്യം നൽകരുത് എന്ന നിലപാട് സ്വീകരിച്ചു. അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ തുടർച്ചയായി വരുന്ന ഈ പ്രസ്താവനയിലും നമുക്ക് ആശ്ചര്യമില്ല. അദ്ദേഹം മുൻപ് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഇനിയുള്ള പ്രതീക്ഷ? NIA കോടതിയിലേക്കല്ല ഇനി പോകുന്നത്? അങ്ങനെ ഒരു ആലോചനയാണ് അനുജ നടക്കുന്നത്. നിലവിൽ മുഖ്യമന്ത്രി ഈ ഡൽഹിക്ക് പോകുന്നതിന് മുൻപേ ഇവിടുത്തെ മാധ്യമങ്ങളിൽ നൽകിയ പ്രതികരണമാണിത്. അത് അദ്ദേഹം പറയുന്നത് പോലീസ് അവരുടെ ജോലിയാണ് ചെയ്തത്. മുമ്പും അതേ ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അത് എക്സ്പോസ്റ്റിലായിരുന്നു ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. പോലീസ് അവരുടെ ജോലിയാണ് ചെയ്യുന്നത്, അത് അങ്ങനെ തന്നെ തുടരും, നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും. ഇവിടുത്തെ AICCയുടെ പ്രത്യേക പ്രതിനിധി സംഘം ഇവിടെ എത്തി മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴും പോലീസിനെ ന്യായീകരിച്ച് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അത് തന്നെ ആവർത്തിക്കുകയാണ് വിഷ്ണുദേവ് സായ് ഇപ്പോഴും ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ഇക്കാര്യത്തിൽ ലഭിക്കുന്നില്ല. അതായത് അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. നിലവിൽ ഈ ഹൈക്കോടതിയിലേക്ക് പോകണോ NIA കോടതിയിലേക്ക് പോകണോ എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് വരികയാണ്. നിലവിൽ ഇവർ തമ്മിൽ കൂടിയാലോചന നടത്തുകയാണ്. ബന്ധുക്കളും ഈ സഭയും ഒപ്പം തന്നെ അഭിഭാഷകരും ഒക്കെ ആയി തന്നെ ഒരു കൂടിയാലോചന നടത്തുകയാണ്. NIA കോടതിയിൽ, അതായത് നിലവിൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചത് NIA കോടതിയിൽ പോകാനാണ്. അതുകൊണ്ട് ആ ഒരു വഴി തന്നെ NIA കോടതിയിൽ പോയതിനു ശേഷം ഹൈക്കോടതിയിൽ പോയാൽ മതി എന്നുള്ളൊരു ആലോചനയുണ്ട്. നിലവിലുള്ള വക്കീലിനെ മാറ്റി അഭിഭാഷകനെ മാറ്റിയതിനു ശേഷം പുതിയ ഒരാളെ ഈ കേസ് ഏൽപ്പിക്കാനും ആലോചനയുണ്ട്. അങ്ങനെ പല രീതിയിലും ആലോചിക്കുന്നുണ്ട്. അതായത് പുതിയൊരു അഭിഭാഷകനെ വച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം ഈ ഹൈക്കോടതിയിലോ NIA കോടതിയിലോ എങ്ങോട്ടാണെങ്കിലും പോകാനുള്ള ഒരു ആലോചനയിലാണ് നിലവിൽ ഈ സഭയുള്ളത്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഈ സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ ഇവർ മജിസ്ട്രേറ്റ് കോടതിയിലും ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ സെഷൻസ് കോടതിയുടെ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ്, അതായത് നമ്മുടെ ഈ കേസ് പരിഗണിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ല, അതുകൊണ്ട് റിമാൻഡ് ചെയ്ത ആ നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മജിസ്ട്രേറ്റ് കോടതി സമീപിച്ചത്. ഇന്നലെയാണ് അത് സമീപിച്ചത്. പക്ഷേ മജിസ്ട്രേറ്റ് കോടതി അത് പരിഗണിച്ചില്ല. നിങ്ങൾ മേൽക്കോടതി തന്നെ സമീപിക്കുമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ആ ഒരു ഉത്തരവ് കൂടി കിട്ടിയതിന് ശേഷം ഇവർ കുറച്ചുകൂടി കൂടിയാലോചന നടത്തിയതിനു ശേഷം ഹൈക്കോടതിയിലേക്ക് പോകൂ എന്നുള്ളതാണ് ഇന്നലെ സെഷൻസ് കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നതിനെ കുറിച്ചുകൂടിയുള്ള ആലോചനകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അജീഷ് ജയകുമാർ നൽകിയ വിവരം.